നമസ്തേ. ഇപ്പോഴത്തെ സെൻസേഷണൽ ന്യൂസ് ആണല്ലോ റാപ്പർ വേടനും വേടന്റെ പാട്ടുകളും. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ദൈവമായിട്ട് കൊടുത്തിരിക്കുന്ന കഴിവ് അത് നല്ല രീതിയിൽ കൊണ്ടു നടന്നാ പോരെ മോനെ വേട. ചാച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വെറുതെ ചിലരുടെ കയ്യില് ടൂളായിട്ട് മാറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. ഇല്ല, അറിയാതെ ഇനി പാടില്ല. നിന്റെ ആരാധകരിൽ അല്ലെങ്കിൽ നിന്റെ പാട്ട് കേൾക്കുന്നവരിൽ നിന്റെ ജാതിയിലുള്ള ആൾക്കാരുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തിയ അയാളുടെ ജീവചരിത്രം കംപ്ലീറ്റ് ആവൂടോ. അതുപോലെ ഒരുപാട് പുറകെ മുന്നേ ഉള്ള കാര്യങ്ങളിലൊക്കെ കടന്നിട്ട് ജാതിയാണ്, മറ്റതാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഇനിയും 10-50 കൊല്ലം കഴിഞ്ഞാലും അയാളെ ഓർക്ക ആളുണ്ടാവും. അതൊന്നും നിസ്സാരല്ല, പറഞ്ഞാ നിന്റെ തല കേറൂല. ഓ, ഞാനൊരു രസം കൊല്ലി. കലാകാരന്മാരുടെ ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല. നിന്റെ അമ്മ ശ്രീലങ്കക്കാരിയല്ലേ? നിന്റെ അമ്മയെ 2 കൈയും നീട്ടി സ്വീകരിച്ച ഒരു നാടല്ലേ ഇത്? പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തേണ്ട കാര്യമുണ്ടോ മോനെ? ഇതുകൊണ്ടാ ഞാൻ നാട്ടിൽ പണിക്ക് പോകാത്തത്. പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തം കൊളുത്തിപ്പട. ആരാന്റെ കയ്യിലെ പാവയായിട്ട് മാറേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? അത് നീ എന്താഗ്രഹിച്ചാലും അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചവര് എന്താണോ ആഗ്രഹിക്കണത് ഒന്നും ഇവിടെ നടക്കില്ല മോനെ. കലാകാരന്മാർ സൽഗുണസമ്പന്നരായിട്ട് ആർക്ക് എന്ത് പ്രയോജനം? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ മോനെ വേണ്ട. ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും ഇപ്പോ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തൊക്കെയായിരുന്നു വിശേഷണങ്ങള്? അനശ്വര പ്രതിഭ, ഭാവഗായകൻ, സംഗീത മാന്ത്രികൻ. വെറുതെ ആവശ്യമില്ലാതെ ദേവാലയങ്ങളിലും അതേപോലെ സ്റ്റേജുകളിലൊക്കെ ജാതീയമായി കുത്തിത്തിരിപ്പുണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കൂല എന്റെ മോനെ. അതൊന്നും നടക്കില്ല. അതിന്റെ ഒക്കെ കാലം അതിക്രമിച്ചു പോയിട്ടോ. വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് പല്ല് പാകാച്ചിട്ടുണ്ടാക്കിയേ.